ഹായ് എവ്രി വൺ, ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കണ്ടിന്യൂഷനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൽ തന്നെ പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തന്നെ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൽ വരുന്ന വേറെയും 1-2 ടൈപ്സ് ആണ് നമ്മളിതിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ആർക്ക് കൺട്രോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. In plain brake oil circuit breaker, there is a very little artificial control over the arc. പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെ അവിടെ ആർക്ക് കൺട്രോളിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ മെക്കാനിസം അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സിസ്റ്റംസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന രീതിക്കനുസരിച്ച് കൺട്രോൾ നടക്കുക എന്നല്ലാതെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മളൊരു കൺട്രോളൊന്നും അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. Therefore, long arc length is essential in order to quench the arc. അതുകൊണ്ട് തന്നെ ആർക്ക് ലെങ്ത്ത് വളരെ കൂടുതലായിരിക്കണം. ആർക്ക് ക്വെഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആർക്കിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ ആർക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ കുറച്ചധികം ഇൻക്രീസ് ചെയ്യിക്കേണ്ടി വരും. കുറച്ചധികം ആർക്കിനെ എക്സ്പാൻഡ് ചെയ്താൽ മാത്രമേ അവിടെ എന്ത് നടക്കുകയുള്ളൂ, ആർക്ക് ക്വെഞ്ചിങ് നടക്കുകയുള്ളൂ. If some arc control is incorporated at still short contact gap, then the breakers are called as arc control oil circuit breakers. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്തു, ആ ആർക്കിൻ്റെ ലെങ്ത്ത് ഒരുപാട് ഇൻക്രീസ് ചെയ്യിക്കാതെ ഷോർട്ടായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് തന്നെ ആർക്കിന് കൺട്രോൾ കൊടുക്കുകയാണെങ്കിൽ, സ്പെഷ്യൽ സിസ്റ്റം ഉപയോഗിച്ച് ആർക്ക് കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ആർക്ക് കൺട്രോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. ആർക്ക് കൺട്രോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൽ സാധാരണ 2 ടൈപ്സ് വരാറുണ്ട്. സെൽഫ് ബ്ലാസ്റ്റ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറും ഉണ്ട്, അതുപോലെ ഫോഴ്സ്ഡ് ബ്ലാസ്റ്റ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ് ഒരു ടാങ്കിൻ്റെ അകത്ത് ഓയിൽ ഫിൽ ചെയ്തിട്ട് അതിലേക്കാണ് ഈ കോണ്ടാക്ട്സ് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുമ്പം ചെറിയ എമൗണ്ടിൽ മാത്രമേ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇൻ ദ ബൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ, ബൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുമ്പോൾ ആദ്യമേ പറഞ്ഞ് പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ടൈപ്പ്. Only a small percentage of oil, about a 10% of the total oil, is actually used for the arc extinction. നമ്മൾ അത്രയും ബൾക്ക് ഓയിലിൽ അത്രയും എമൗണ്ട് ഓയിൽ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ആർക്ക് എക്സ്റ്റിങ്ഷന് വേണ്ടിയിട്ട് വെറും 10% ഓഫ് ദ ടോട്ടൽ ഓയിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ശരിക്കും. ബട്ട് ദ ഹ്യൂജ് വോളിയം ഓഫ് ഓയിൽ യൂസ്ഡ് ഇൻ ബൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ ഇൻക്രീസസ് ദ എക്സ്പെൻസസ്, ടാങ്ക് സൈസ് ആൻഡ് വെയ്റ്റ് ഓഫ് ദി ബ്രേക്കർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ എങ്കിൽ പോലും ഹ്യൂജ് വോളിയം ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് സർക്യൂട്ട് ബ്രേക്കറിൽ, ബൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൽ പൊതുവേ എന്തായിരിക്കും, അത്രയും ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ എക്സ്പെൻസ് കൂടുതലായിരിക്കും, അത്രയും ഓയിലിൻ്റെ എക്സ്പെൻസ് വരും. സോ എക്സ്പെൻസ് കൂടുതലായിരിക്കും, ടാങ്കിൻ്റെ സൈസ് കൂടുതലായിരിക്കും, വെയ്റ്റ് ഓഫ് ദ ബ്രേക്കറിൻ്റെ വെയ്റ്റും കൂടുതലായിരിക്കും. ഓൾസോ ഇൻക്രീസസ് ദ ഫയർ റിസ്ക് ആൻഡ് മെയിൻ്റനൻസ് പ്രോബ്ലം. ഫയർ റിസ്ക്കും കൂടുതലായിരിക്കും, ഉപയോഗിക്കുന്ന ഓയിലിൻ്റെ അളവ് കൂടുതലായത് കാരണം അവിടെ ഫയർ റിസ്ക്കും കൂടുതലായിരിക്കും, മെയിൻ്റനൻസ് പ്രോബ്ലവും വരാറുണ്ട്. അത്രയും ഓയിലിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും, അല്ലെങ്കിൽ മെയിൻ്റനൻസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി വരും. ദ ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എംപ്ലോയ്സ് സോളിഡ് മെറ്റീരിയൽസ് ഫോർ ഇൻസുലേഷൻ പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ് എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ വിച്ച് ഈസ് ജസ്റ്റ് സഫിഷ്യൻറ്റ് ഫോർ ക്വെഞ്ചിങ് ദി ആർക്ക്. പ്ലെയിൻ ബ്രേക്ക് സർക്യൂട്ട് ബ്രേക്കറിലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ ഇൻസുലേഷൻ പ്രോപ്പർട്ടിക്കും കൂടെ വേണ്ടി, അല്ലെങ്കിൽ ഇൻസുലേഷൻ പർപ്പസിനും കൂടെ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഓയിലായിരുന്നു. സോ അവിടെ ക്വെഞ്ചിങ് കൂടാതെ ഇൻസുലേഷനും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഓയിലായത് കാരണം ലാർജ് എമൗണ്ട് ഓഫ് ഓയിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിലാണെങ്കിൽ ഇൻസുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് സോളിഡ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആർക്ക് ക്വെഞ്ചിങ്ങിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള, ആർക്ക് ക്വെഞ്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ മാത്രമാണ് ഇവിടെ ആർക്ക് ക്വെഞ്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് സോളിഡ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടും ആർക്ക് ക്വെഞ്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള ഓയിൽ മാത്രം ഉപയോഗിക്കുന്ന രീതിയാണ് ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിനകത്ത് ഉള്ളത്. ബൈ യൂസിങ് സ്യൂട്ടബിൾ ആർക്ക് കൺട്രോൾ ഡിവൈസസ്. എന്നിട്ട് അവിടെ എന്താ ചെയ്യുന്നത്, സ്യൂട്ടബിൾ ആർക്ക് കൺട്രോൾ ഡിവൈസസ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ദ ആർക്ക് എക്സ്റ്റൻഷൻ ക്യാൻ ബി ഫർദർ സിംപ്ലിഫൈഡ് ഇൻ എ ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിനേക്കാളും അതിൻ്റെ ആർക്ക് കൺട്രോൾ പ്രോപ്പർട്ടീസ്, ആർക്കിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കൺട്രോൾ ഡിവൈസസ് ഉപയോഗിച്ചിട്ട് അവിടെ ആർക്ക് കൺട്രോളിങ് പ്രൊവൈഡ് ചെയ്തിട്ട് ആർക്ക് എക്സ്റ്റൻഷൻ എന്ന ഫംഗ്ഷനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുകയാണ് ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ അകത്ത് ചെയ്യണത്.
അതിൻ്റെ കൺസ്ട്രക്ഷനാണ് ഒരു സിംഗിൾ ഫേസ് ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഫിഗറാണ് റൈറ്റ് സൈഡിനകത്ത് കാണിച്ചിട്ടുള്ളത്. There are 2 compartments separated from each other and filled with oil. നമുക്കിതിനകത്ത് കാണാം 2 സെക്ഷനായിട്ട് 2 കമ്പാർട്ട്മെൻ്റ് ആണ് ഓയിലായിട്ട് ഫില്ല് ചെയ്തിട്ട് കാണാനുള്ളത്. There are 2 compartments separated from each other. 2 കമ്പാർട്ട്മെൻറ്റിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഫിൽഡ് വിത്ത് ഓയിൽ. രണ്ടും ഓയിൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ദ അപ്പർ ചേംബർ ഈസ് ദ സർക്യൂട്ട് ബ്രേക്കിംഗ് ചേംബർ. ഇതിൽ അപ്പർ ചേംബറാണ് സർക്യൂട്ട് ബ്രേക്കിംഗ് ചേംബർ. നമുക്കറിയാം അപ്പർ ചേംബറിനകത്ത് കാണിച്ചിട്ടുണ്ട് ഫിക്സഡ് കോണ്ടാക്റ്റ് ഉണ്ട്, അവിടെ മൂവിങ് കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പം അതിൽ സർക്യൂട്ട് ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പർ ചേംബറിനകത്താണ്. വേറാസ് ദ ലോവർ ചേംബർ ഇസ് ദ സപ്പോർട്ടിംഗ് ചേംബർ. ലോവർ ചേംബർ ഒരു സപ്പോർട്ടിംഗ് ചേംബർ മാത്രമാണ്. ലോവർ ചേംബറിൻ്റെ അകത്താണ് ആ പിസ്റ്റണും അതിൻ്റെ മെക്കാനിസം എല്ലാം കൊടുത്തിട്ടുള്ളത്. ആ പിസ്റ്റൺ മൂവ് ചെയ്യിക്കുന്ന എല്ലാം ലോവർ ചേംബറിലാണ്. മൂവ് ചെയ്യുന്ന കോണ്ടാക്റ്റ്, ഫിക്സഡ് കോണ്ടാക്റ്റും മൂവിങ് കോണ്ടാക്റ്റും എല്ലാം ഫിക്സ് ചെയ്തിട്ടുള്ളത് അപ്പർ ചേംബറിലാണ്. സോ ആർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പർ ചേംബറിലായിരിക്കും. The 2 chambers are separated and the oil from one chamber is preventing from mixing with the other chamber. 2 ചേംബർ തമ്മിലും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ 2 ചേംബറിലും, അതായത് ഒരു ചേംബറിൽ നിന്ന് മറ്റൊരു ചേംബറിലേക്ക് ഓയിൽ മിക്സ് ചെയ്യുന്നതിനെ തടയാനുകൂടി ആ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്ന മെക്കാനിസം കൊണ്ട് സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് എന്താണ്, ആർക്ക് ഉണ്ടാവുന്ന ചേംബറിലായിരിക്കും ഓയിൽ കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ്. മറ്റേ ഭാഗത്ത് ഓയിലിന് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും വരില്ല. സോ നമുക്ക് റീപ്ലേസ് ചെയ്യുകയാണെങ്കിലും ആ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മേൽഭാഗത്തെ ഓയിൽ മാത്രം റീപ്ലേസ് ചെയ്താൽ മതി. മേൽഭാഗത്ത് നിന്നും ഓയിൽ താഴേക്ക് മിക്സ് ആവാത്തത് കാരണം താഴത്തെ ഓയിലിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. ദിസ് അറേഞ്ച്മെൻറ്റ് ഹാസ് 3 അഡ്വാൻറ്റേജസ്. ഇതിൻ്റെ 3 അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ദ സർക്യൂട്ട് ബ്രേക്കിംഗ് ചേംബർ റിക്വയേഴ്സ് എ സ്മോൾ വോളിയം ഓഫ് ഓയിൽ വിച്ച് ഈസ് ഇനഫ് ഫോർ ദി ആർക്ക് എക്സ്റ്റൻഷൻ. നേരത്തെ പറഞ്ഞതുപോലെ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ അകത്ത് ആ ആർക്ക് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് ഒരു സ്മോൾ എമൗണ്ട് ഓയിൽ മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. ദ എമൗണ്ട് ഓഫ് ഓയിൽ ടു ബി റീപ്ലേസ്ഡ് ഈസ് കൺസിഡറബിളി റെഡ്യൂസ്ഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട ഓയിലിൻ്റെ എമൗണ്ട്, മെയിൻ്റനൻസും അതുപോലെ റീപ്ലേസും കൊടുക്കേണ്ട ഓയിലിൻ്റെ എമൗണ്ട് വളരെ ചെറുതാണ്. ദ ഓയിൽ ഇൻ ദ സപ്പോർട്ടിംഗ് ചേംബർ ഡസ് നോട്ട് ഗെറ്റ് കണ്ടാമിനേറ്റഡ് ബൈ ദി ആർക്ക്. അതുകൊണ്ട് തന്നെ സപ്പോർട്ടിംഗ് ചേംബറിലുള്ള ഓയിൽ എന്ത് ചെയ്യില്ല, ആർക്ക് വെച്ചിട്ട് കണ്ടാമിനേറ്റഡ് ആവാറില്ല. ഇനി സപ്പോർട്ടിംഗ് ചേംബർ ഓരോ ചേംബറായിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഫസ്റ്റ് വൺ സപ്പോർട്ടിംഗ് ചേംബർ. It is a porcelain chamber filled with oil which is physically separated from the oil in the circuit breaking compartment. സപ്പോർട്ടിംഗ് ചേംബർ എന്ന് പറയുന്നത് താഴെയുള്ള ചേംബറാണ്, പോർസലൈൻ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത്. പോർസലൈൻ ചേംബറാണ് ഫിൽഡ് വിത്ത് ഓയിൽ. അവിടെയും ഓയിൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഫിസിക്കലി സെപ്പറേറ്റഡ് ഫ്രം ദി ഓയിൽ ഇൻ ദ സർക്യൂട്ട് ബ്രേക്കിംഗ് കമ്പാർട്ട്മെൻറ്റ്. സർക്യൂട്ട് ബ്രേക്കിംഗ് കമ്പാർട്ട്മെൻറ്റിൽ ഓയിലുമായിട്ട് ഫിസിക്കലി സെപ്പറേറ്റഡ് ആണ് ഈ സപ്പോർട്ടിംഗ് ചേംബർ. The oil inside the supporting chamber and porcelain insulation is employed for insulation purpose only. ഇവിടെ സപ്പോർട്ടിംഗ് ചേംബറിൻ്റെ അകത്തുള്ള ഓയിലും അതുപോലെ പോർസലൈൻ ഇൻസുലേഷനും ആകെ ഇൻസുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. ആർക്ക് ക്വെഞ്ചിങ്ങുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സർക്യൂട്ട് ബ്രേക്കിംഗ് ചേംബർ. മേലെ കാണുന്ന സർക്യൂട്ട് ബ്രേക്കിംഗ് ചേംബർ. It is a porcelain enclosure mounted on the top of the supporting chamber. സപ്പോർട്ടിംഗ് ചേംബറിൻ്റെ മേലെ കൊടുക്കുന്ന ഒരു പോർസലൈൻ എൻക്ലോഷർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ഓയിൽ ആൻഡ് ഹാസ് ദ ഫോളോയിങ് പാർട്സ്. അതും ഓയിൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുള്ള പാർട്സ് ഒക്കെയാണ്. അതിനകത്ത് എന്തൊക്കെയുണ്ട്, ഫിക്സഡ് കോണ്ടാക്ട്സ് ഉണ്ടാവും, അതുപോലെ മൂവിങ് കോണ്ടാക്ട്സ് ഉണ്ട്. ദ നെക്സ്റ്റ് വൺ ടെർബുലേറ്ററും ഉണ്ടാവും. ടെർബുലേറ്റർ എന്ന് പറയുമ്പം ആ ഓയിലിനെ ടെർബുലേറ്റ് ചെയ്യാനുള്ള മെക്കാനിസം. The moving contact enters top chamber through a fixed piston. താഴെ ഒരു ഫിക്സഡ് പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. ആ പിസ്റ്റൺ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മൂവിങ് കോണ്ടാക്റ്റ് എന്ത് ചെയ്യും, ടോപ്പ് ചാമ്പറിലേക്ക് എൻ്റർ ചെയ്യും. The turbulator is an arc control device and has both axial and radial vents. ടെർബുലേറ്റർ എന്ന് പറയുന്നത് ഒരു ആർക്ക് കൺട്രോൾ ഡിവൈസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൽ നിന്നും എക്സ്ട്രാ ആയിട്ട് ഇവിടെ എന്താണ് യൂസ് ചെയ്യണത്, നമ്മൾ ഓയിൽ കുറയ്ക്കാനുള്ളൊരു മെയിൻ കാരണം ഇവിടെ ആർക്ക് കൺട്രോൾ ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ആർക്ക് കൺട്രോൾ ഡിവൈസ് ഇതാണ്, ടെർബുലേറ്റർ ആണ്. ആൻഡ് ഹാസ് ബോത്ത് ആക്സിയൽ ആൻഡ് റേഡിയൽ വെൻസ്. അതിന് ആക്സിയൽ വെൻറ്റും ഉണ്ട്, റേഡിയൽ വെൻറ്റും ഉണ്ട്. The axial vents for low currents, whereas radial vents for high current rating breakers. ആക്സിയൽ വെൻറ്റുകൾ ലോ കറൻസിനും അതുപോലെ റേഡിയൽ വെൻറ്റുകൾ ഹെവി കറണ്ട് റേറ്റിംഗ് ബ്രേക്കേഴ്സിനുമാണ് യൂസ് ചെയ്യാറുള്ളത്. ദെൻ ടോപ്പ് ചേംബർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ മെറ്റൽ ചേംബർ മൗണ്ടഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദി സർക്യൂട്ട് ബ്രേക്കിംഗ് ചേംബർ. നമ്മൾ ഇത് രണ്ടും കൂടാതെ അതിൻ്റെ മേലെ ഒരു ചെറിയ ചേംബർ കൂടി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതായത് സർക്യൂട്ട് ബ്രേക്കർ ചേംബറിൻ്റെ മേലെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെറ്റൽ ചേംബറാണ് ടോപ്പ് ചേംബർ.
ഇറ്റ് പ്രൊവൈഡ്സ് ദ സ്പേസ് ഫോർ ഓയിൽ എക്സ്പാൻഷൻ ഇൻ ദ സർക്യൂട്ട് ബ്രേക്കർ ചേമ്പർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓയിൽ എക്സ്പാൻഡ് ചെയ്യുമ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർക്യൂട്ട് ബ്രേക്കിംഗ് ചേമ്പറിൻ്റെ മേലെയായിട്ടൊരു ടോപ്പ് ചേമ്പർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ എയർ കുഷ്യൻ പോലെ. ദ ടോപ്പ് ചേമ്പർ ഓൾസോ ഹാസ് എ ഗ്യാസ് വെൻറ്റ് പൈപ്പ് ആൻഡ് ബ്രീതർ through which the escaping gas and entering air may pass through to the circuit breaking chamber during the breaking of the fault current. ഈ ടോപ്പ് ചേമ്പറിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു ഗ്യാസ് വെൻറ്റും ഒരു ബ്രീതറും കൂടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിലൂടെയാണ് ഗ്യാസ് എസ്കേപ്പ് ചെയ്യുന്നത്. ഗ്യാസ് വെൻറ്റിലൂടെ എന്ത് ചെയ്യും, ഗ്യാസ് അവിടെ ഉണ്ടാവുന്ന ഗ്യാസ് എസ്കേപ്പ് ചെയ്യാനും അതുപോലെ ബ്രീത്തറിലൂടെ എൻറ്ററിങ് ദ എയർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും മേ പാസ് ത്രൂ ദ സർക്യൂട്ട് ബ്രേക്കറിലേക്ക് പാസ് ചെയ്യാനുള്ള എയർ എൻ്റർ ചെയ്യാനും വേണ്ടിയിട്ടും കൂടിയാണ് ബ്രീത്തർ പ്രൊവൈഡ് ചെയ്യുന്നത് ഡ്യൂറിങ് ദ ബ്രേക്കിംഗ് ഓഫ് ദ ഫോൾട്ട് സർക്യൂട്ട്. ഫോൾട്ട് കറണ്ട് ഉണ്ടായിട്ട് അതിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഗ്യാസസ് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് വെൻറ്റ് പൈപ്പും അതുപോലെ എയർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രീത്തറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓപ്പറേഷനാണ് ഒരു ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ, ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അണ്ടർ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ ദ മൂവിങ് കോണ്ടാക്ട്സ് engages with the fixed contact. നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ മൂവിങ് കോണ്ടാക്റ്റും ഫിക്സഡ് കോണ്ടാക്റ്റും ക്ലോസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, രണ്ടിനിടയ്ക്ക് സ്പേസ് ഉണ്ടാവില്ല. When a fault occurs, the moving contact is pulled down by the tripping mechanism and an arc is produced. ഇനി ഫോൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ മൂവിങ് കോണ്ടാക്റ്റിന് എന്ത് ചെയ്യും, താഴേക്ക് ട്രിപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ചിട്ട് താഴേക്ക് പുൾ ചെയ്യും. അവിടെ അതിൻ്റെ ഇടയ്ക്ക് കോണ്ടാക്ട്സ് ബ്രേക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ട്രിപ്പിംഗ് മെക്കാനിസം ആയിട്ടും യൂസ് ചെയ്യുന്നത് താഴേക്ക് വലിക്കുന്ന ഒരു നമ്മുടെ മൂവിങ് കോണ്ടാക്റ്റിൻ്റെ അറ്റത്തേക്ക് ഒരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. ആ പിസ്റ്റൺ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സപ്പോർട്ടിംഗ് ചേമ്പറിനകത്താണ് പിസ്റ്റൺ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിസ്റ്റൺ ഉപയോഗിച്ച് മൂവിങ് കോണ്ടാക്റ്റിനെ താഴേക്ക് വലിക്കുന്നതോട് കൂടിയിട്ട് രണ്ട് കോണ്ടാക്ട്സിനിടയ്ക്കും ആർക്ക് ക്രിയേറ്റ് ചെയ്യും. The arc vaporizes the oil and produces gas to escape through the gas vent. നേരത്തെ ചെയ്യുന്നതേപോലെ തന്നെ ആർക്ക് ഉണ്ടായി കഴിയുമ്പോൾ ആർക്കിൻ്റെ ഹീറ്റ് ഉപയോഗിച്ചിട്ട് ഓയിൽ വേപ്പറൈസ് ചെയ്യും, ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും, ഈ ഗ്യാസിൻ്റെയും ഗ്യാസ് വെൻറ്റിലൂടെ എസ്കേപ്പ് ചെയ്യും. This action results the oil to pass through a central hole of the moving contact and forcing the oil through the respective vents of the turbulator. This action results the oil to pass through a central hole of the moving contact. അപ്പം ഇങ്ങനെ ഉണ്ടാവുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ഈ മൂവിങ് കോണ്ടാക്റ്റിന് ഒരു സെൻട്രൽ ഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ സെൻട്രൽ ഹോളിലൂടെ ഓയിൽ പാസ് ചെയ്യും. ആ സെൻട്രൽ ഹോളിലൂടെ ഓയിൽ പാസ് ചെയ്യും ആൻഡ് ഫോഴ്സിങ് ദി ഓയിൽ ത്രൂ ദ റെസ്പെക്റ്റീവ് വെൻസ് ഓഫ് ദ ടെർബുലേറ്ററിൻ്റെ വെൻറ്റുകളിലൂടെ ഓയിലിനെ ഫോഴ്സ് ചെയ്യിപ്പിക്കും, ഓയിലിനെ ഫോഴ്സ് ചെയ്ത് കടത്തി വിടുകയും ചെയ്യും. The arc are successively quenched by the effect of streams of oil. അപ്പോൾ എന്താണ്, ഓയിലിനെ ടോട്ടലായിട്ട് നമ്മൾ അതിനകത്ത് ഓയിലിനെ തള്ളിവിടാതെ ഓയിലിനെ കുറേ സ്ട്രീമുകളായിട്ട് കുറേ ഹോൾസിലൂടെ അല്ലെങ്കിൽ ടെർബുലേറ്ററിൻ്റെ വെൻസിലൂടെ ഓയിൽ കടത്തി വിടുമ്പം ഓയിൽ ഒരുപാട് ഒരു സ്ട്രീംസ് ആയിട്ടാണ് ഓയിൽ പാസ് ചെയ്യുന്നത്. സോ ദ ആർക്ക് ആർ സക്സസീവ്ലി ക്വെൻച്ച്ഡ് ബൈ ദി എഫക്റ്റ് ഓഫ് സ്ട്രീംസ് ഓഫ് ദി ഓയിൽ. ഓയിലിൻ്റെ സ്ട്രീംസ് അതിലൂടെ പാസ് ചെയ്യുന്നത് കാരണം എന്ത് സംഭവിക്കും, ആർക്ക് കുറച്ചായിട്ട് ക്വെഞ്ച് ചെയ്യാൻ തുടങ്ങും. ത്രൂ ദ വെൻറ്റ് വൈൽ ഗ്യാസ് പാസസ്, ഗ്യാസ് വെൻറ്റിലൂടെ ഗ്യാസ് പാസ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്ത് സംഭവിക്കും, ആർക്കും അവിടെ ഒരുമിച്ച് ക്വെഞ്ച് ചെയ്യാൻ തുടങ്ങും. ദെൻ അഡ്വാൻറ്റേജസ്, ഈ ഒരു മെക്കാനിസത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ ഹാസ് ദ ഫോളോയിങ് അഡ്വാൻറ്റേജസ് ഓവർ ബൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. ഒരു ബൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിനെ അപേക്ഷിച്ച് നോക്കുമ്പം ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിനുള്ള അഡ്വാൻറ്റേജസ് ആണ്. ഇറ്റ് റിക്വയർസ് ലെസർ ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ. നമുക്കറിയാം ഓയിലിൻ്റെ എമൗണ്ട് വളരെ കുറച്ച് മാത്രം മതി. ദെൻ കോസ്റ്റ് ഓഫ് ദ ബ്രേക്കർ ഈസ് ലെസ്. ബ്രേക്കറിൻ്റെ റേറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് കുറവായിരിക്കും. കാരണം എന്താണ്, കോസ്റ്റ് കൂടാനുള്ള മെയിൻ കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ കൂടുതലായിരിക്കും, അതിൻ്റെ മെയിൻ്റനൻസ് കൂടുതലായിരിക്കും, റീപ്ലേസ്മെൻറ്റ് ഓഫ് ഓയിൽ വേണ്ടി വരുമ്പോൾ ഇവിടെ ഇതെല്ലാം കുറവായതുകൊണ്ട് തന്നെ ബ്രേക്കറിൻ്റെ കോസ്റ്റ് കുറവായിരിക്കും. ഇറ്റ് റിക്വയർസ് എ സ്മോളർ സ്പേസ്, കുറച്ച് സ്പേസ് മാത്രം മതി കാരണം വെയിറ്റ് കുറവാണ്. ആൻഡ് ദ വെയിറ്റ് ഓഫ് ദ ബ്രേക്കർ ഈസ് ലെസ്. ബ്രേക്കറിൻ്റെ വെയിറ്റ് കുറവായിരിക്കും. ആൻഡ് ദർ ഈസ് റിഡ്യൂസ്ഡ് റിസ്ക് ഓഫ് ഫയർ. ഓയിൽ കുറവായത് കാരണം, കോണ്ടാക്റ്റിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഓയിൽ കുറവായത് കാരണം അവിടെ ഫയറിൻ്റെ റിസ്ക് കുറവാണ്. മെയിൻ്റനൻസ് പ്രോബ്ലംസ് ആൻഡ് കോസ്റ്റ് ആർ റെഡ്യൂസ്ഡ്. മെയിൻ്റനൻസ് പ്രോബ്ലംസ് കുറയാറുണ്ട്, അതുപോലെ തന്നെ കോസ്റ്റും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ദർ ഈസ് എ ഡിഫിക്കൽട്ടി ഓഫ് റിമൂവിങ് ദ ഗ്യാസസ് ഫ്രം ദി കോണ്ടാക്ട് സ്പേസ്. കോണ്ടാക്ട് സ്പേസിൻ്റെ ഇടയ്ക്ക് നിന്ന് ഗ്യാസിന് റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡ്യൂ ടു സ്മോളർ ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ ദ എഫക്റ്റ് ഓഫ് കാർബണൈസേഷൻ ഈസ് ഇൻക്രീസ്ഡ്. ഇനി ഓയിലിൻ്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് തന്നെ അവിടെ കാർബണൈസേഷൻ്റെ എഫക്റ്റ് കൂടുതലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ആർക്ക് ഉണ്ടായി കഴിയുമ്പോൾ അവിടെ കാർബൺ എന്ന് പറയുന്ന ബൈ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സോ അവിടെ ബൈ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ
ബൾക്ക് ഓയിൽ ബൈ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം ആ ഓയിലിൻ്റെ കാർബണൈസേഷൻ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പക്ഷെ ഇവിടെ കുറഞ്ഞ എമൗണ്ട് മാത്രം ആണ് ഓയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുണ്ടാകുന്ന കാർബണൈസേഷൻ്റെ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. കുറഞ്ഞ എമൗണ്ട് ഓയിലിൽ ഒരുപാട് കാർബണിൻ്റെ കണ്ടൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. The dielectric strength of the oil deteriorates fastly due to high degree of carbonization. ഇപ്പോൾ ഈ കാർബണൈസേഷൻ്റെ ഡിഗ്രി കൂടുതലായതുകൊണ്ട് തന്നെ ഓയിലിൻ്റെ ഡൈലക്ട്രിക് സ്ട്രെങ്ത്ത് നശിക്കാൻ ചാൻസ് ഉണ്ട്. ഓയിലിൻ്റെ ഡൈലക്ട്രിക് സ്ട്രെങ്ത്ത് പെട്ടെന്ന് തന്നെ ഫാസ്റ്റ്ലി ഡിറ്റീരിയോറേറ്റ് ചെയ്യാറുണ്ട്.